ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നും ഞങ്ങൾ യാത്രയിലാണ്. രാവിലെ ചായ കുടി കഴിഞ്ഞ് തള്ളി മറിച്ചിരിക്കുമ്പോണ്ട് ഇപ്പോൾ വിളിക്കണു. എന്നുമില്ലാതെ ഇന്ന് നേരത്തെ വിളിക്കണ കണ്ടപ്പോഴേ അമ്മ പറഞ്ഞു എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന്. സാധാരണ ഇപ്പോൾ ഉച്ചക്കാണ് വിളിക്കല്. രാവിലെ വിളിക്കാനൊന്നും ഇപ്പാക്ക് സമയം കിട്ടൂല. പതിവില്ലാതെ രാവിലെ വിളിച്ചപ്പോഴേ അമ്മ കോള് മണത്തുക്കണു. ഇപ്പോൾ വിളിച്ചിട്ട് ഇന്ന് ഞായറാഴ്ച അല്ലേ മക്കളെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, എങ്ങോട്ടേലൊക്കെ പുറത്തേക്കൊന്ന് പോയിട്ട് വരിന്ന്, ഒന്ന് മൈൻഡൊക്കെ ഫ്രഷ് ആക്കിയിട്ട് വരിന്ന്. ഇമ്മ ഏതാ വരുതെത്തി പോണമെന്നൊക്കെ ഉണ്ടേനൊന്ന് ആദ്യം ചാടടും ചെയ്യും. എങ്ങോട്ടപ്പം ഈ വെയിലത്ത് പോണ്? വണ്ടിയിൽ പച്ചവെള്ളം പാർന്നാൽ ഓടൊന്നുമില്ല. ഓരോരോ കാരണങ്ങളേ. എണ്ണടിക്കാനുള്ള പൈസ ഇങ്ങോട്ട് പോരാച്ചാൽ പോരട്ടേന്ന്. ഇപ്പാക്കാച്ച പെരയിൽ വെറുതെ ഇരിക്കണമെന്നും കണ്ടുകൂടാ. ഇപ്പാക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളെ പറഞ്ഞേക്കും. ഇങ്ങനത്തെ നല്ല പച്ചകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടില്ലേ. എങ്ങോട്ടപ്പോൾ പോകുക എന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് ഇപ്പം എന്നെ ഉത്തരം തന്നു. ഏതായാലും മോൾട്ടി വന്നാൽ ഇങ്ങോട്ടും നമുക്ക് പോകാനും പറ്റൂല. നാളെ മുതൽ ക്ലാസ്സും ഉണ്ടാവും. ഏതായാലും നിങ്ങൾ അമ്പംകുന്നത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരും. അവിടെ പോയിട്ട് കുറേ കയ്യില്ലേന്ന്. അപ്പം പിന്നെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. അവിടുത്തെ കഴിഞ്ഞിട്ടേ പോയിട്ട് കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നോളിന്ന്. ഈ നട്ടുച്ച വെയിലത്ത് ആരാണ് കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ കാണാൻ പോണത്? സാരല്ല, പോയി നോക്കിയിട്ട് വരാന്ന്. പറയണത്ര എളുപ്പമൊന്നല്ല കേട്ടോ പോക്ക്. ഈ അമ്പംകുന്ന് പറയണത് മണ്ണാർക്കാടൊന്നും പോകണം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കര കുളം കുളം കര 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 കുളം കുളം കര കുളം കുളം കിളി പാറിയൊരു ചിരി വിറമാറി കത്തി തിരി പിരി പൂർണ്ണമായ തിരിച്ചെതിർ ദിശയിൽ വിട്ടിനി ഒരു തലമുറ മൊത തലയെ കത്തിച്ച തീ കെട്ടുവെന്നു വെച്ചു ലോകം കാണിച്ച വഴി വെച്ചു പിടിച്ചു തിരിച്ച തിരി പിരി വെട്ടിത്തെറിച്ചു പതിച്ചു തലയിൽ പൂ പിരിഞ്ഞു 10,000 ബൾബെരിഞ്ഞു കത്തിച്ചു പൊളി തട്ടി പൊട്ടി തവിട് പൊടി രണ്ട് കയ്യിൽ നെഞ്ചിൽ കൊരങ്ങൻ കൊട്ടി പൊട്ടുന്ന സിസ്റ്റത്തിൽ OS-ൽ ട്രോജൻ ഓടി തിരുവാക്കിയത് പാതാൽ കുത്തരം ഓതി ഉരിയിട്ട് ഫ്യൂസ് എന്നിട്ട് കത്തിയട ട്യൂബ് കീറിയ കള സോസ് സ്ക്രൂ രണ്ട് ലൂസ് മറ്റത് പകലൊരച്ചാകിന് പട്ടാകി പോയി റപ്പാകി തട്ടിപ്പൊട്ട് പട്ടാടി ഓസിൽ നാട്ടിൽ റോമിൽ എങ്കിൽ ഫോണിൽ പാതിര തൊട്ടു പകൽ വരെ ഒരു ഫോൺ. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിക്കുകയാണ്. മെയിൻ റോഡും തിരിഞ്ഞപ്പോൾ തന്നെ അവിടെ റോഡ് പണിയാണെന്ന് എഴുതി വെച്ചിക്കണു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന ആൾക്കാരോട് ചോദിച്ചു ഇവിടെ വണ്ടി പോവില്ലേന്ന്. അപ്പോൾ അവർ പറഞ്ഞു പാലം വരെ പോകുന്നു, പാലത്തിൻ്റെ അവിടെ നിന്ന് 3 മീറ്റർ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ മുമ്പ് വന്നിക്കണു. ഇപ്പോൾ വന്നിട്ടൊരു 1 ഇയറൊക്കെ ആയി. 1 ഇയർ മുന്നേ വന്നപ്പോഴും 4 ഇയർ മുന്നേ വന്നപ്പോഴും ഇവിടുത്തെ റോഡ് ഒരേപോലെ കിടക്കായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ ഏതായാലും റോഡൊക്കെ നന്നാക്കിക്കണു. ഏതായാലും ഒരാഴ്ചക്കത്തിന് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, റോഡൊക്കെ ഒന്ന് തുറക്കട്ടെ എന്നിട്ട് വരും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 9:15 ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു 10:30 ആയി. ഇതാണ് കേട്ടോ മക്കാമ്. ഈ പള്ളിയുടെ ഉള്ളിലാണ് മക്കാമ്. സ്ത്രീകൾക്ക് കയറാൻ വേറൊരു വഴിയാണ്. മക്കാമിൻ്റെ ഉള്ളിൽ അവിടെ വീഡിയോ എടുക്കണ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിയാറത്തിന് കയറി. അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ അവിടെ നല്ല സ്പെഷ്യൽ കഞ്ഞി കിട്ടും. അവിടുത്തെ ഒരു മരുന്നാണ്. അവിടുന്ന് ഞങ്ങൾ കഞ്ഞിയും കുടിച്ചു. നല്ല മൺചട്ടിയിൽ കഞ്ഞി, ജീരക കഞ്ഞി, നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ്. കഞ്ഞി കുടിച്ചു. കഞ്ഞിക്കൊപ്പം അച്ചാറും ഉണ്ടായിരുന്നു. അവിടെ എപ്പോൾ ചെന്നാലും നമ്മൾ അവിടുന്ന് വിശന്നിട്ട് പോരേണ്ടി വരില്ല. രാവിലെ ചെന്നാൽ ചായയും കടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കഞ്ഞി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചോറുണ്ട്. ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ചോറൊക്കെ ഉണ്ടാക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉണ്ടാവും. നമ്മളവിടുന്ന് വിശന്നിട്ട് പോരേണ്ടി വരില്ല. സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വണ്ടിയുടെ ചാവി എവിടെയാണ്? വണ്ടിമെന്ന് ചാവി എടുക്കാതെ പോയി നിൽക്കണത്. നല്ല ആളാ, ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടതൊക്കെ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നു. റോഡ് പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇങ്ങനെ നടന്നു പോന്നു.
പാലത്തിൻ്റെ അവിടെയാണ് വണ്ടി നിർത്തിക്കണത്. കുറച്ച് നടക്കാനുള്ളൂ. ഇപ്പോൾ വന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിങ്കാനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റണ പോലെ എല്ലാവരും വന്നിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. കണ്ടോ, ചാവി എടുക്കാതെയാണ് പോകുന്ന നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ ഉമ്മ ചോദിക്കുക, നമുക്ക് കാഞ്ഞിരപ്പോക്ക് പോകണോ അതോ വീട്ടിൽ പോകണോന്ന്. ഞാനപ്പോൾ കാഞ്ഞിരപ്പോക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചിരുന്നു. പിന്നെ ഞാൻ വെയിലായതുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോരിനെ വയ്ക്കുക. ഇത് എവിടെയെന്നൊന്നും അറിയില്ല. ഒരു ഗാന്ധിജി കാക്കയുടെ പ്രതിമയൊക്കെ കണ്ടിരുന്നു. നാട്ടാരെ കാണാതെ കണ്ണ് രണ്ട് മൂട്ടണ്, കണ്ണ് മൂട്ടണ്, ജനലും വാതിലും മൂട്ടണ്. ഓന്റെ പാട്ട് നോക്കിയോ നാല് കോണോടി നടക്കും, മണ്ട പൊളിയാതിരിക്കാൻ ഓടി ഒളിക്കും. കാരണമാരുടെ കാലം മുതൽ ചീതൽ തിന്ന് ചീത വരെ. പോകുമ്പോൾ തന്നെ അമ്മ നോക്കി വെച്ചൊരു സ്ഥലമാണിത്. വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉമ്മാക്ക് ഇങ്ങനെ ചെടികളൊക്കെ കാണുമ്പോൾ ഒരു പ്രാന്താ. വാങ്ങിക്കൊണ്ടു വാങ്ങണ ആവേശമൊന്നും ഉണ്ടാവില്ല. ഇവിടെ എത്തുമ്പോഴത്തേന് തീരും. അവിടെ നല്ല അടിപൊളി റോസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉമ്മ കവുങ്ങും തെയ്യം വാങ്ങാനാണ് പോയത്. അതുകൊണ്ട് പിന്നെ കുറച്ച് കവുങ്ങും തെയ്യമൊക്കെ വാങ്ങിയിട്ട് പോന്നു. ഇത് അത്യാവശ്യം വലിയൊരു നഴ്സറി ആണ്. കാണാനൊക്കെ ഒരുപാട് ഉണ്ട്. ഒരുപാട് സ്ഥലമുള്ളൊരു നഴ്സറിയാണ്. ഞാൻ കുറച്ച് നേരമൊക്കെ കൂടെ ചുറ്റി നടന്ന് കണ്ടു. കഴിഞ്ഞിട്ട് ഉമ്മ സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ പോന്നു. പിന്നെ എവിടെ ചെന്നാലും ഫുഡ് നമ്മളെ മെയിനാണല്ലോ. വരുന്ന വഴിക്ക് ഉമ്മ ഒരു ചായയും ചിക്കൻ റോളും ഞാനൊരു ബദാം മിൽക്കും വാങ്ങി. ആസ് യൂഷ്വൽ ഇമ്മയുടെ നേരത്തെ വന്നു. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ബദാം മിൽക്ക് ട്രൈ ചെയ്യണത്. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ വന്നിട്ടൊരു കടത്താ അസറ് വാങ്ങിക്കൊടുക്കാനായിട്ടാണ് നീച്ച്. വൈകുന്നേരം ഉണ്ട് കുഞ്ഞു വന്നിക്കണു. ചോലത്തെ വെള്ളം വറ്റി തുടങ്ങിയപ്പോൾ അതിൽ കെണിയിട്ടിക്കണു. ഓട്ടക്കെണിയിൽ മീൻ കയറിക്കണോ നോക്കാൻ വേണ്ടി പോയത് അവന്. എന്നിട്ട് അതിൽ കയറിക്കണത് ഒരു ഞണ്ടു. ആ ഞണ്ടിനെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊടുന്നത് അവന്. കടിക്കോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ചെറിയ ഞണ്ടായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് അവൻ അതിനെ മുറ്റത്ത് കൂടെ വിട്ടു. പിന്നെ കുപ്പി കയറ്റാൻ പണിപ്പെട്ടു. അത് ഓർഡറാ Thank you.